ഹായ് മുത്തുമണീസ്, ഇന്ന് ബറാത്തിൻ്റെ അന്നാണ്. ബറാത്ത് നോമ്പെടുക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ 3 ദിവസമല്ലേ പറയുന്നത്, അതിൽ 3ാമത്തെ ദിവസമാണ് നമ്മൾ ഈ പരിപാടി. കക്കറൊട്ടി എന്ന് പറയുന്ന അതിനുള്ള കുഞ്ഞി പത്തിരി അങ്ങ് ഉരുട്ടിയിടുന്ന. അപ്പോൾ അതിന് അരിയൊക്കെ ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് പൊടിക്കാമെന്ന്. അപ്പോൾ തലശ്ശേരിയിൽ മാത്രമാണോ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ് അറിയില്ല, കേരളത്തിൽ. പക്ഷേ ഇവിടെ വന്നിട്ട് തലശ്ശേരി ഫുഡാണെന്നല്ല മനസ്സിലാക്കിയത്. അങ്ങനെ അടുത്ത് നമ്മൾ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് വേഗ വെച്ചെടുത്തു. അപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടല്ലോ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടു. അപ്പോൾ കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇത്തിരി, അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി. അപ്പോൾ ചിക്കൻ നമ്മൾ ആദ്യം തന്നെ പൊരിച്ചിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അടുത്തത് ഉപ്പ് ഇടാൻ വിട്ടുപോയി ഗൈസ്, അതിടണമല്ലോ മസ്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ മിക്സാക്കി. അപ്പോൾ ഇനി നമ്മൾ ആ ഷേപ്പ് ഉണ്ടല്ലോ, കട്ട്ലേറ്റ് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ആ മൂടിയിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ അത്ര എനിക്ക് തൃപ്തിപ്പെട്ടില്ല. അപ്പോൾ അതൊക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ ചിക്കൻ കഴിക്കാത്ത ആളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എഗ്ഗ് കട്ട്ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷേ എഗ്ഗിൻ്റെ കട്ട്ലേറ്റ് ഷേപ്പ് മാറ്റാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഷേപ്പ് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് മധുരത്തിൽ ഉണ്ടാക്കുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് പൊരിച്ചതാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ആദ്യത്തിലെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയിന്. അപ്പോൾ ഇതാണ് കണക്കായത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. അടുത്ത് നമ്മൾ കട്ട്ലേറ്റ് ഇട്ടു. കട്ട്ലേറ്റ് പൊരിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ ഇത് എഗ് റോളാണ്. അപ്പോൾ എഗ് റോളിൽ ചില കുറേ ഡിഫറൻസ് മോഡലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അത് വേറെ തന്നെ കടയിലിട്ടു. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ച ഓയിലെല്ലാം പിടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ബീഫ് കറിയാണ് വെച്ചിട്ടുള്ളത്. കക്കറൊട്ടി ബീഫ് മിക്സാണല്ലോ, ബീഫിൻ്റെ ആണല്ലോ. നമ്മൾ വീട്ടിൽ ചിക്കനും കാട്ടി ബീഫാണ് എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ കക്കറൊട്ടിക്ക് വേണ്ട അത് വെന്ത്, അപ്പോൾ അതിനുള്ള ബീഫ് കറിയൊക്കെ വെച്ചു. അപ്പോൾ അതിനുള്ള അരപ്പ് വന്നിട്ട് തേങ്ങയും പെരിയ ജീരകവും മഞ്ഞളിട്ട് അരച്ചതാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുന്ന, നന്നായിട്ട് മിക്സാക്കിയ നല്ല ടേസ്റ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്താൽ, അപ്പോൾ ഞാനില്ലേ അത് എന്താണെന്ന് ഇളകിപ്പോകുന്നത്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആണ്, നമ്മൾ ഫുൾ സപ്പോർട്ട് എൻ്റെ ഈ 2 കയ്യിൽ നിന്നാണ് ഗൈസ്. അപ്പം ഞാൻ തന്നെ സ്വയം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇനി തന്ന സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. അതിനുള്ള മല്ലിച്ചപ്പൊക്കെ ഇട്ട് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് എന്തായാലും വേണം അല്ലേ, നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്, നല്ലുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു, അവരും പറയും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ